ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നാൾക്ക് ഒരു മാസത്തോളമായിട്ട് ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് ആ ഒരു ടൈം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് വന്നിട്ട് 1.5 kg വന്നിട്ടുള്ള ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു കേട്ടോ. അന്നത്തെ എല്ലാ കേക്കുകളും കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കേക്കുകളും തലേന്ന് തന്നെ ബേക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റാണ് കേക്ക് ഒന്ന് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആകുമ്പോൾ നമ്മൾ അവർ തന്നിട്ടുള്ള പിക്ചറിൻ്റെ അതേപോലെ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് നോക്കണ്ടേ. നമ്മുടെ കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അപ്പോഴേ മൈൻഡിൽ തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. ഇത് പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ. ഈ ഒരു കേക്കിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടും അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ള ഒരു പേസ്റ്റും കട്ട് ചെയ്തിട്ടുള്ള ടെൻഡർ കോക്കനട്ടും വൈറ്റ് ചോക്കോ ചിപ്സും ആണ് കേട്ടോ ലെയറിൽ കൊടുത്തിട്ടുള്ളത്. സിറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കരിക്കിൻ്റെ വെള്ളവും അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് മധുരം നോക്കണം കേട്ടോ. മധുരത്തിനനുസരിച്ച് മാത്രമേ മിൽക്ക് മെയ്ഡ് ആക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ മാത്രമായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുമ്പിൽ നിൽക്കുക. ആ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമായിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് ബി കേക്കായിരുന്നു കേട്ടോ. അതിലേക്ക് ഫസ്റ്റ് വാനില സ്പഞ്ചാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെയറിൽ ക്രീമിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത ക്രീമും അതിൻ്റെ ടോപ്പിങ്ങിൽ വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും ആണ് കേട്ടോ. അതിന് ശേഷമായിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ വെക്കുന്നത് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ്. ആ ഒരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ടോപ്പിങ്ങിൽ ഷുഗർ സിറപ്പ് കൊടുത്തതിന് ശേഷമായിട്ട് ചോക്ലേറ്റ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തത് ഡയറക്റ്റ് ഒന്ന് ആ ഒരു സ്പഞ്ചിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു സ്പഞ്ച് കഴിക്കുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു രീതിക്ക് കൊടുത്തിട്ട് അതിന് ശേഷമായിട്ടുള്ള ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ക്രീം ആക്കണ്ടേ. അപ്പോൾ അതിലേക്കും കുറച്ചും കൂടി ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് ആ ഒരു ക്രീം ഒന്ന് മിക്സ് ചെയ്ത് ലെയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിങ്സിൽ കുറച്ചും കൂടി ഗനാഷ് ആക്കിയിട്ട് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ഇട്ടിട്ട് ആ ഒരു ഫില്ലിങ്സ് കറക്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിലത്തെ ടയറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് ബി കേക്ക് ആകുമ്പോൾ നമുക്കറിയാമല്ലോ വൈറ്റ് ബ്ലാക്ക് പിന്നെ റെഡ് വെൽവെറ്റ് കേക്ക്. ഈ ഒരു രണ്ട് കേക്കിൻ്റെയും ലെയറിൽ ഞാൻ മിൽക്ക് മെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് എത്രത്തോളം ടേസ്റ്റ് ആക്കാവോ അത്രത്തോളം ടേസ്റ്റ് ആക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സുകൾ കിട്ടുള്ളൂ. ഈ ഒരു കേക്ക് വന്നിട്ട് 1.5 kg വന്നിട്ടുള്ള ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് നമ്മൾ നേരത്തെ കേക്ക് പോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് അതേപോലെ തന്നെ ഡാർക്ക് ചോക്കോ ചിപ്സ് പിന്നെ മിൽക്ക് മെയ്ഡ്. ആ ഒരു കേക്കും നമ്മൾ സെറ്റാക്കിയതിന് ശേഷം പിന്നുള്ളത് ഒരു കേക്കായിരുന്നു, ഒരു ഹണി ആൽമണ്ട് കേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ സ്പഞ്ചാണ് അവിടെ ഇരിക്കുന്നത്. ഇത് കൂടാതെ ഇനി പിറ്റേന്ന് അന്നത്തെ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പം ഈ ഒരു കേക്കിൻ്റെയൊക്കെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബേക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു കേക്കൊക്കെ മാക്സിമം പറ്റുന്നത്രത്തോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ ഡിസൈൻസൊക്കെ തന്നപ്പോൾ നമ്മൾ അത്രത്തോളം മാക്സിമം നല്ല പെർഫെക്ഷനിൽ കൊടുക്കണ്ടേ. അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാക്കി ആ ഒരു 1/2 kg പിറ്റേന്ന് ഞാൻ രാവിലെ തന്നെ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്കായിരുന്നു ഈ ഒരു കേക്കിൽ. ഈ ഒരു ഹണി ആൽമണ്ട് കേക്കും പിന്നെ പിറ്റേന്ന് ചെയ്യുന്ന ആ ഒരു കേക്കെല്ലാം ആ ഒരു കസ്റ്റമർ എൻ്റെ സ്ഥിരമാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിൻ്റെയൊക്കെ ഷോർട്ടായിട്ടുള്ള വീഡിയോസും ഡെക്കറേഷൻ്റെ ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോസൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ജസ്റ്റ് ഫ്രോസ്റ്റിങ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഹണി കേക്കിൽ 1 kg ആണ് കേട്ടോ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 6 ഇഞ്ച് പാനിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ലെയർലെസ് സ്പഞ്ചിൽ നമ്മൾ ഡയറക്റ്റ് കുറച്ച് ഹണി ആഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ക്രീമിനകത്ത് ഹണി ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. ഇതിലൊരുപാട് മിൽക്ക് മെയ്ഡ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഹണി ചേർത്തിട്ട് ഒരുപാട് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹണിയുടെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് കൊടുത്തിട്ടില്ല, ചോക്കോ ചിപ്സ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ടോൾ കേക്കായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഹണിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ് നമ്മുടെ മിൽക്കി നട്ട് ഹണി ആൽമണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൂടുതലും ഇഷ്ടം വാനില സ്പഞ്ചിൽ ചെയ്യുന്ന വർക്കുകളാണ്, കേക്കുകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ആനേനെ ഫോണ്ടൻറ്റിൽ ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ഈ ഒരു കേക്കിനകത്താണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ഒരു വർക്ക് ഞാൻ ചെയ്തതിന് ശേഷമായിട്ട് പിന്നെ ഞാൻ ബാക്കി നമ്മുടെ ക്രം കോട്ടിങ് ഉള്ള ക്രീം വെച്ചിട്ടുള്ള ഫൈനൽ കോട്ടിംഗ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് ബീ കേക്കിനും പിന്നെ ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ടോപ്പിൽ മാത്രം കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ നമ്മൾ ഫുള്ളായിട്ട്. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ മാക്സിമം ചെയ്തിട്ടാണ് തലേന്ന് തന്നെ നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ലുക്കാണ് ഇതൊക്കെ. ഇതാണ് ആ ഒരു ഹാഫ് kg കേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിൻ്റെയൊക്കെ ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.